ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു മാസം നല്ല തിരക്കിലായിരിക്കും നമ്മളെ വീടുകളിലൊക്കെ എന്തെങ്കിലും നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്ന ഒരു സ്നാക്സാണ്. പെട്ടെന്നൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് നമ്മളിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങും ബ്രെഡും വെച്ചിട്ടാണ് നമ്മളിത് എഗ്ഗും ചേർത്തിട്ട് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇതിന് നമ്മൾ ആദ്യം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഞാനത് പൊടിച്ചെടുത്തിട്ടില്ല. പിന്നെ ഒരു പകുതി സവാള, 2-3 വെളുത്തുള്ളി, പിന്നെ വേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ ഇതൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതൊന്ന് ഉപ്പേരിയുടെ ഒരു പരുവത്തിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലാവശ്യത്തിന് ഉപ്പും കൂടി ഇടുക കേട്ടോ. ഇനി നമുക്കിത് നന്നായി യോജിപ്പിച്ചിട്ട് നമ്മൾ സെറ്റായിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ചൂട് കുറച്ച് പോയി കഴിയുമ്പോൾ നമ്മൾ ഒരു ബ്രെഡ് എടുക്കുക. 2 ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങിന് മീറ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നന്നായി പരട്ടി വെക്കാം. നന്നായി യോജിപ്പിച്ച് വെച്ചിട്ട് വേറൊരു ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്നൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ ഈ ഒരു ഉരുളക്കിഴങ്ങിന് മിക്സ് ഒന്നും പോകില്ല കേട്ടോ. പിന്നെ ഇത് ഞാനിവിടെ 4 പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് ഒറ്റ പീസായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ 4 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതൊന്ന് സാധാരണ നമ്മളൊരു ചട്ടിയിൽ കുറച്ച് അധികം ഓയിലൊന്നും ഇതിലേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് ഓയിൽ ഈ പാത്രത്തിൽ നന്നായി തടവിയിട്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസ് എഗ്ഗിൽ മുക്കിയിട്ട് ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ എഗ്ഗൊക്കെ ആവുമ്പോൾ പെട്ടെന്നൊക്കെ അത് നമുക്ക് റെഡിയായി കിട്ടും. പിന്നെ അതിൻ്റെ 4 സൈഡും പതുക്കനെ ഇങ്ങനെ നമുക്കതിനെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് നമുക്ക് കുറച്ച് ബ്രെഡൊക്കെ എടുത്താൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറേ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടായിരിക്കും. ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങ് മിക്സ് ആയപ്പോൾ അതിൽ മീറ്റിൻ്റെ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നൊക്കെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്സ് ആട്ടോ. അപ്പോൾ ഇത് നമുക്കിവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. എല്ലാവരും നല്ല സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഈ നമ്മളെ മക്കൾക്കൊക്കെ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഏതൊരു കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്നാക്സാണ്. നമ്മൾ ഈ റമദാൻ്റെ ടൈമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സമയമാണ്. എന്തായാലും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.